എന്തുകൊണ്ടായിരിക്കും മിഡിൽ ക്ലാസ് എന്ന ചർച്ച വരുന്നത്? മിഡിൽ ക്ലാസ് എന്ന് 8 തവണയാണ് പ്രസിഡന്റ് പറഞ്ഞത്. മിഡിൽ ക്ലാസ്സിനും പാവപ്പെട്ടവർക്കും ഐശ്വര്യം വരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മിഡിൽ ക്ലാസ് എന്ന വാക്ക് പരമാവധിയാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. നമുക്കൊന്ന് പരിശോധിച്ചു വരാം. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടൊരു ബജറ്റ് നിർമ്മലാ സീതാരാമൻ ഇക്കുറി അവതരിപ്പിച്ചിട്ടുണ്ടാവുക? ഞാനതിനു മുൻപ് 2024 CSDS-ന്റെ ഒരു സർവേ ഉണ്ട്. ആ CSDS-ന്റെ സർവേ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം. BJP-യുടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറി 38% BJP പിന്തുണച്ചിരുന്നു. എന്നാൽ 2024 നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ 3% കുറഞ്ഞ് 35% മിഡിൽ ക്ലാസിന്റെ പിന്തുണ മാറി എന്നാണ് CSDS-ന്റെ സർവേ പഠനങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3% ഡിപ്പ് ഉണ്ടായിരിക്കുന്നു. 3% കുറവ് മധ്യവർഗത്തിന് BJP-യിൽ ഉണ്ടായിരിക്കുന്നു. BJP-യിൽ ഉണ്ടായിരുന്ന 38% മധ്യവർഗത്തിന്റെ പിന്തുണ 35% ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ BJP-യെ പിന്തുണച്ചിരുന്ന പരമ്പരാഗതമായ മധ്യവർഗ വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവരിക, ആ വോട്ട് ഷിഫ്റ്റ് തിരികെ കൊണ്ടുവരിക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രമാണ് BJP ഉപയോഗിക്കുന്നത്. ഇനി ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ ഫെബ്രുവരി 5-ാം തീയതി ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ദില്ലിയിലെ തിരഞ്ഞെടുപ്പും മധ്യവർഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ഈ മിഡിൽ ക്ലാസിനെ കുറിച്ച് രാജ്യത്ത് ഒട്ടേറെ കണക്കുകളാണുള്ളത്. പലതരത്തിലാണ് മിഡിൽ ക്ലാസിനെ നിർവചിച്ചിരിക്കുന്നത്. അഭിഷേക് ബാനർജി അടക്കമുള്ള ആളുകൾ മിഡിൽ ക്ലാസിനെ നിർവചിച്ചിരിക്കുന്നത് വർഷം 58,000 രൂപ മുതൽ 2.9 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെയാണ് നിലവിൽ മിഡിൽ ക്ലാസ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കണക്കെന്ന് പറയുന്നത് 8 ലക്ഷത്തിന് താഴെയുള്ള മുഴുവൻ കുടുംബങ്ങളെയും നമുക്ക് മിഡിൽ ക്ലാസ് ആയിട്ട് കണക്കാക്കാം എന്നുള്ളതാണ്. പ്രൈസ് റിസർച്ച് പറയുന്നത് 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ളവരെ മിഡിൽ ക്ലാസ് ആയിട്ട് കണക്കാക്കാം എന്നുള്ളതാണ്. എന്നാൽ 31%-ഓളമാണ് മിഡിൽ ക്ലാസിൻ്റേത് എന്നുള്ളതാണ് ഹൗസ് ഹോൾഡിന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴുള്ള പൊതുവെയുള്ള നിഗമനം. ദില്ലിയിൽ മാത്രം അത് 67%. അതായത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ കഴിയുന്നത് ദില്ലിയിലാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബംഗാളിൽ 24% ദില്ലിയിൽ അത് 67.16%. അതായത് ദില്ലിയിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 67.16%. ഏകദേശം 33 ലക്ഷത്തോളം ആളുകൾ ദില്ലിയിൽ സാലറീഡായ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഉണ്ട് എന്നർത്ഥം. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ആദായ നികുതി പരിഷ്കരണം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് 67.16% മിഡിൽ ക്ലാസ് കുടുംബങ്ങളുള്ള ദില്ലിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ദില്ലിയിലെ 33 ലക്ഷം ശമ്പളക്കാർ ടാക്സ് പേയേഴ്സ് ആയിട്ടുണ്ട്. ആദായ നികുതി അടച്ചവരുടെ കണക്കുകൾ നോക്കുമ്പോഴാണ് നമ്മൾ 31% മിഡിൽ ക്ലാസ് എന്ന ഡെഫിനിഷൻ ചുരുങ്ങുന്നതായിട്ട് കാണുന്നത്. ഇന്ത്യയിലെ മൊത്തം നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ജൂലൈ മാസം 31-ാം തീയതി വരെ ആദ്യപാദത്തിൽ നികുതി അടച്ചവരുടെ കണക്കുകൾ 7.28 കോടി രൂപയാണ്. 2024-25 സാമ്പത്തിക വർഷം 7.28 കോടി നികുതിദായകരുണ്ട് എന്നാണ് കണക്ക്. ഇതൊരു പക്ഷേ അവസാനം ITR റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ കണക്കം കൂടി നോക്കിയാൽ ഏകദേശം 8.3 കോടിയോളം വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. നിലവിൽ നമ്മുടെ മുൻപിലുള്ള ഔദ്യോഗികമായ കണക്ക് 7.28 കോടി നികുതിദായകർ മാത്രമാണ് ആദായ നികുതി അടച്ച് ഈ പറയുന്ന 12 ലക്ഷം രൂപയുടെ പരിധിക്കുള്ളിൽ വരുന്ന ഈ ടാക്സ് റിഫോം കൊണ്ട്, ആദായ നികുതി പരിഷ്കരണം കൊണ്ട് ലാഭമുണ്ടാക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടിയാണോ ഈ വലിയ മാറ്റം കൊണ്ടുവന്നത് എന്നതാണ് ഇന്ത്യ ഇന്നിപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 1 ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നതാണ് ഈ തീരുമാനമെന്ന് ധനമന്ത്രി തന്നെ പറയുന്നു. പക്ഷേ അതിൻ്റെ ഉപഭോക്താക്കളായി ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് ദില്ലിയിൽ 33 ലക്ഷം ആളുകൾ, ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ 7.28 കോടി നികുതിദായകർ മാത്രമാണോ? ഇവർക്ക് വേണ്ടിയാണോ ഇത്ര വലിയ പരിഷ്കരണം എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. അതേസമയം നമ്മുടെ GDP-യുടെ 16% നിശ്ചയിക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ഇളവുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് ഈ ബജറ്റുമായി ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം.